Hey guys, good morning എന്ന് പറയുമ്പോൾ ഉച്ചയായി ഗൈസ് 12:30 മണിയായി. ഞാൻ എറണാകുളത്ത് നിന്ന് വന്ന് ഒരു പിഞ്ച് പൈതലിനെ പോലെ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഇനിയിപ്പോ നമുക്ക് പോയി അച്ഛനും അമ്മയ്ക്കും കോഴിക്കോടൻ ഹൽവ കൊടുക്കാം. ഞാൻ വാങ്ങിച്ച പുതിയ ഡ്രോൺ എടുത്ത് സർപ്രൈസും എടുക്കാം. അടിപൊളിയായിരിക്കും ഗൈസ്. അപ്പൊ ആദ്യം നമുക്ക് പോയി ഹൽവ കൊടുക്കാം. ഓ ഇതൊരു വെയില് രാവിലെ തന്നെ. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് ഉച്ചയല്ലേ? എന്താ ചേട്ടാ പരിപാടി? അവക്ക് അഡ്മിഷൻ ആവാറായല്ലേ? കൺഗ്രാറ്റുലേഷൻസ് മുത്തേ. എപ്പാ അതാരച്ചാ പറഞ്ഞത്? അച്ഛനാണാ പറഞ്ഞത്? നിനക്ക് ഐഫോൺ വാങ്ങിച്ചു തരാൻ പറഞ്ഞു. ഞാൻ അറിയാതെ ഇതൊക്കെ എപ്പോ സംഭവിച്ച സുഹൃത്തുക്കളെ. അച്ഛാ പിടിച്ചാടി. ഇതെന്താണെന്ന് അറിയാവോ? അതാണ് കോഴിക്കോടൻ ഹൽവ. നിനക്കല്ല അമ്മയ്ക്കാണ്. നീ എന്റെ ഇടയിൽ നിന്ന് 2 കഷ്ണം എടുത്തോ. ഇത് നോക്കച്ചാ. ആ ഓ വീഡിയോയില് കണ്ടല്ലേ? ഓ അച്ഛനാണ് ഇവിടെ നിന്ന് കൊടുത്തു വിട്ടത്. ഇതാ കുത്തി വെച്ച് ചെയ്യുന്നത്. അതിന്റെ അഡ്വാൻസ്ഡ് വെർഷൻ ആണ് അച്ഛാ. ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളതാണ്. വിലയും കൂടുതലാണല്ലേ? ആ സെറ്റപ്പ് അല്ലേ? നേരത്തെ വലുതായിരുന്നല്ലോ. അല്ലല്ല ഇത് അതിനേക്കാളും ചെറുതായിരുന്നു. അല്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞൂടാ. മിനി 3 പ്രോ. എന്താണ് ഇതിന്റെ ഫീച്ചേഴ്സ്? ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് താണ്ടാ ഫ്രണ്ടിൽ 2 സെൻസേഴ്സ്, ബാക്കിൽ 2 സെൻസേഴ്സ്, അടിയിൽ 2 സെൻസേഴ്സ്. അപ്പം പോയി ഇടിച്ചു വീഴൂല പഴയത് കണക്ക്. ഇതൊന്ന് ഇളക്കു വെച്ചാ ഇത് ഇങ്ങനെ ആക്കിയാൽ മതി. എന്നിട്ട് അതിന്റെ ആ സ്റ്റിക്കറൊക്കെ ഒന്ന് ഇളക്കൂ. 2 3 4. ഓക്കെ ഇതാണ് സുഹൃത്തുക്കളെ ഡ്രോൺ. ഓക്കെ ഇനി പറത്താം. ഡ്രോണിന്റെ പേരാണ്? അല്ല ഡ്രോണിന്റെ പേര് ഡ്രോണാ. പറത്തി നോക്കിയാലോ അച്ഛന് കാണണ്ടേ? ഓക്കെ അത് ഇത് ഞെക്കണം. അച്ഛാ ഇതിന്റെ അടിയിലിരിക്കുന്ന സാധനം ഒന്നും വരും. ഇത് ഇതിനകത്തുള്ളത് തോണ്ടി പുറത്തോട്ട് എടുത്താൽ മതി. അപ്പുറത്തെ സൈഡിൽ നിന്ന് വരും. അത് തിരിക്കി വെക്കണം. ഓക്കെ. ഓ ഞാൻ ഡ്രോൺ വീഡിയോയിൽ കാണിക്കുന്നത് വന്നില്ലല്ലേ? ആ അപ്പൊ ഇത് അൺബോക്സിംഗ് സർപ്രൈസ് ആണ് സുഹൃത്തുക്കളെ. അൺബോക്സിംഗ് എറണാകുളത്ത് വെച്ച് നടത്തിയച്ചാ. പക്ഷെ കൊച്ചിയിൽ ഇത് പറത്താൻ ഒരു ഏരിയ ഇല്ല. എല്ലാം റെസ്ട്രിക്റ്റഡ് എയർ സ്പേസ്. ആ അങ്ങനെ റെഡിയാക്കിയതാണ്. പറത്തിയല്ലേ അമ്മ? അതാണ്ട് അമ്മയ്ക്കൊരു സാധനം കൊണ്ടുവന്നു. അതാണ് കോഴിക്കോടൻ ഹൽവ. ദോഷങ്ങളൊന്നും കയറില്ല. അതാണ്ട് ഇതാണ് ഡ്രോണിന്റെ മറ്റേ പറത്തണ സാധനം. ഡ്രോണിന്റെ കൺട്രോളാണ്. കൊള്ളാവോ? പറത്തണാണോ അമ്മയ്ക്ക്? വേണ്ടേ പിന്നെ കണ്ടാ മതി. എന്നാ അമ്മ പോക്കോ, ഞങ്ങള് പറത്തിക്കോളാം. ഞാൻ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാ. അമ്മ എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? കൊള്ളാവോ? ഇഷ്ടപ്പെട്ട? കോഴിക്കോട് ഹൽവയാണ്. ആകാശം കഴിച്ചു. ഞാൻ കഴിച്ചോളാം. വലിയ മുതുക്ക് കഷ്ണം എടുത്ത് വായിക്കാത്തതിന്റെ സ്റ്റക്കായി പോയെന്ന്. ചെറുതായിട്ട് അമ്മ അരിഞ്ഞോണ്ട് വരാനുള്ളായിരുന്നു അമ്മ. നല്ല രുചി കേട്ടോ. കോഴിക്കോട് ഹൽവയ്ക്ക് ഒരു വലിയ തംസപ്പ്. ഇതാണ് കാന്താരി ഹൽവ. കാന്താരി ഹൽവ എങ്ങനെയുണ്ട്? ഒരു എരിവില്ലേ ചെറിയത്? കഴിച്ചു നോക്കിയിട്ട് കാന്താരി ഹൽവ. അത് രുചിയില്ലേ? കഴിച്ചു നോക്കി. മധുരം ഇഷ്ടമല്ലേ? എരിവ് നമുക്ക് ഫീൽ ആവാം അല്ലേ? എരിവ് ഫീൽ ആവുന്നുണ്ട്. കാന്താരിയുടെ രുചിയാണ്. അമ്മാ നമുക്ക് ഡ്രോണ് പറത്തണ്ടേ? അമ്മ കാണണ്ടേ? നമ്മളാണ് ഇരിക്കുന്നത്. കണ്ട നമ്മുടെ വീട് അടിപൊളിയല്ലേ? മേളിൽ എന്തിലും ചെന്ന് ഇടിക്കാനമ്മ? ആകാശത്ത് തെങ്ങിന് മേളിൽ പോയത്. തെങ്ങ് താഴെ നിക്കുന്നു കണ്ട. നോക്ക നമ്മുടെ വീടിന്റെ അടുത്തൊന്നും വേറെ വീടില്ല കേട്ടാ. അയ്യോ നല്ല രസമല്ലേ? അപ്പൊ ഇതിപ്പോ നമ്മുടെ വീട് പടിപ്പുര. അങ്ങോട്ട് നോക്കിയിരിക്കാണ് ക്യാമറ. എവിടെയായിട്ട് വരും നമ്മുടെ മറ്റേ അതാ കിടക്കണ വസ്തു. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് വീട് വീക്ഷിക്കാതെ കുളത്തിലോട്ട് പോകണം. ആണ്ട കുളം. ബിന്ദുവിന്റെ വീട്. ഇതാണ് ഞങ്ങളുടെ പുളിയറക്കോണം കുളവും പുളിയറക്കോണത്തിന്റെ അമ്പലവും. പിന്നെ ആ സൈഡിലൂടെ നേരെ മുകളിലോട്ട് പോയി അഖിലേഷിന്റെ വീട്. അഖിലേഷിന്റെ വീട് ഒന്ന് സൂം ചെയ്യാൻ പറ്റും? ഇതാണ് അഖിലേഷിന്റെ വീട്. ഇതാണ് അഖിലേഷിന്റെ വീട്. ഇതാണമ്മ അഖിലേഷിന്റെ വീട്. ഇതാണ് അഖിലേഷിന്റെ വീട്. മോനെ അഖിലേഷ് നീ എവിടെ ഉണ്ട്? നിന്റെ ഞങ്ങൾ ആ ഡ്രോൺ ഒന്ന് ചെക്ക് ചെയ്യണം. എന്റെ വീടിന്റെ ടെറസിന്റെ മേളിൽ കയറി ഞങ്ങളൊന്ന് പുറത്തോട്ടിറങ്ങിയാൽ മതി. ഇപ്പൊ നിന്റെ വീടിന്റെ മുകളിൽ നിൽക്കുകയാണ് സാധനം. ഇവിടെ
അപ്പൊ അവൻ ഷെയ്ഡിലോട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഷെയ്ഡിലോട്ട് നിൽക്കുകയാണ്. പൊളി ഗൈസ്. അഖിലേഷ് വീട്ടിലെത്തി നമ്മള്. അയ്യോ RC സിഗ്നൽ ലോസ്റ്റ് തന്നു. തിരിച്ചു വേടാ. ആ തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഓ അത് തന്നെത്താനെ തിരിച്ചു വരും ഗൈസ്. ലോസ്റ്റ് ആയി പോവൂല. ഞാൻ നമ്മുടെ വീടെത്തി. നമ്മുടെ വീടിന്റെ മേളിലെത്തി. പൊളി സാധനം അല്ലേ വെച്ചാ. ആദ്യം വാങ്ങിയതിനേക്കാളും നല്ല റേഞ്ച് കൂടുതലാണ് ഇതിന്. ഇപ്പൊ നമ്മുടെ വീടിന്റെ മേളിൽ നമുക്ക് ലാൻഡ് ചെയ്യിക്കാൻ പോവാം. സാധനം തിരിച്ചു അച്ഛനെ എത്തി നോക്കണേ. ലാൻഡ് ചെയ്ത് എങ്ങനെയുണ്ടോ ചേട്ടൻ? സെറ്റല്ലേ? അവിടെ ഇത് അമ്മ ഒരു ഹായ് പറയാമോ ഡ്രോണിന്റെ അടുത്ത്? അച്ഛൻ ഡ്രോൺ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? രസമല്ലേ? എടി എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രോൺ? നീ ആദ്യമായിട്ടാണ് ഡ്രോൺ പറത്തി കാണുന്നത്. നീ അഡ്മിഷന്റെ കാര്യം സെറ്റ് ആക്കും. ഇല്ല ഇവിടെ ഡ്രോണും പറത്തിയിരിക്കുക. ആ ഗംഭീരം കിടിലൻ ഡ്രോണാണ്. റേഞ്ച് കൂടുതലാണ്. ഹൈറ്റ് സെയിം അല്ല. മറ്റത് 15 മീറ്ററേ പോവുള്ളായിരുന്നു. 100 മീറ്റർ പോകും. കിലോമീറ്റർ ഡിസ്റ്റൻസ്. അടിപൊളിയല്ലേ? ഓ നല്ല വെടിക്കെട്ട് മഴ ഗൈസ്. ഐ ലവ് മഴ. മഴ ഈസ് ബേബ്. മഴ ഗൈസ് സീറ്റ് ഇട്ടോണ്ടാണ് ഇത്ര സൗണ്ട് കേട്ടോ മഴ പെയ്യുമ്പോ. ഇത് നോക്കമ്മ കൊല്ലത്തുനിന്ന് വന്നൊരു അമ്മയ്ക്ക് വരാൻ വേണ്ടിട്ട് നമ്മുടെ ഒരു ചങ്ക്. ഫസ്റ്റ് ക്ലാസ് സാധനമാണ്. ആ ഓ എന്തൊരു മഴ ഗൈസ്. മഴയോ മഴമഴ മുമ്മഴ. എന്റെ ആളിയാ ഗൈസ്. വീട്ടിലെ നാടൻ ഊണിലേക്ക് ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. നല്ല നാടൻ മീൻകറി, വഴുതണങ്ങ മെഴുക്ക് വരട്ടി, ചീരത്തോരൻ, ചോറ്, പപ്പടം, പിന്നെ നല്ല കൊയമ്പ മീൻ പൊരിച്ചത്. ഓ പിന്നെ പരിപ്പൊഴിച്ച് ചോറ് കുഴക്കുക. ദാറ്റ് ഈസ് ദി മെയിൻ പാർട്ട്. ചീര വെക്കുക. ചീര ഈസ് ബേബ്. വഴുതണങ്ങ മെഴുക്ക് വരട്ടിയും വെക്കുക. നമ്മുടെ ഇവിടുത്തെ ചീരയാണ് അമ്മ. അടിപൊളി. പപ്പടം പൊടിച്ചിട്ട്. പുറത്ത് മഴയാണ്. ഇത് ഞാൻ കഴിക്കാൻ നേരത്തെ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ. കാണണ വെച്ചാ ഇന്ന് പോയി കാണണം ലക്ഷ്മി ചേച്ചിയാ. ലക്ഷ്മി ചേച്ചി എന്നെ കൊല്ലും. നമ്മൾ നാട് മൊത്തം നടന്ന് സകലമാന ഇറച്ചി നിന്നിട്ട് വന്നെന്ന് പറയും ചേച്ചി. ഓൾമോസ്റ്റ് ഒരാഴ്ചക്ക് ശേഷം ഞാൻ നാട്ടിലെ വീട്ടിലെ ഊണസ് കഴിക്കണം സുഹൃത്തുക്കളെ. ബ്യൂട്ടിഫുൾ. ഞാനും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഒരു ദിവസം പുറത്ത് പോകണമെന്ന് എല്ലാവരും പറയണം. പോണ്ടേ ഒരു ദിവസം? എവിടെ പോവാം? അമ്മയ്ക്ക് എവിടെയാണ് പോവാൻ ആഗ്രഹം? വലിയ ഡിമാൻഡുള്ള ആൾക്കാരാണ് സുഹൃത്തുക്കളെ. പറയാന്നൊക്കെ. ഓ പറഞ്ഞോ അച്ഛാ. നമ്മുടെ സബ്സ്ക്രൈബർ ചങ്കളല്ലേ പറയുന്ന അച്ഛനും അമ്മയായിട്ട് ഒരു ദിവസം പുറത്ത് പോകണോ? എവിടെ പോവാം? അച്ഛന് പോവാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം പറ. എന്നാ നമുക്ക് കൈലാസത്തിൽ പോയാലോ? ചുമ്മാ പോവാം. അങ്ങോട്ടൊക്കെ എന്നാ പോവാ. നമുക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാം. അമ്മ അച്ഛൻ പറഞ്ഞു ഉഗാണ്ടേ പോവാന്ന്. പോയിട്ടില്ലേ? അമ്മ എവിടെയാണ് പോയിട്ടുള്ള? ആണോ? നമുക്ക് പോവാം. അമ്മ അപ്പൊ കേരളത്തിന് പുറത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ട് അമ്മ? അച്ഛ എന്തോന്ന് അച്ഛാ? അമ്മ ഒരിടത്ത് പോയിട്ടില്ല. അത് കറങ്ങിട്ടുണ്ട്. എന്റെ കണ്ണാണവ. നോക്കണേ. എന്റെ കണ്ണിലൂടെ അവളീ ലോകം മുഴുവൻ കാണാൻ. കണ്ട് അമ്മ സ്വന്തം കണ്ണി കൂടെ കണ്ടാ മതി. നോക്കണേ മാനുടെ കൂടെ. നമുക്ക് പോവാം. നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യാ. ഏതെങ്കിലും ഒരു സ്ഥലം എല്ലാരെയും കൂടെ വിളിക്കേ. നമ്മുടെ ഐശ്വര്യ ഒരു വണ്ടി വിളിച്ച് പോവാ. അവള് റെഡിയാണോ? എന്നാ പോവാ. ചെറിയ കാരവൻ ടൈപ്പ് വണ്ടിയുണ്ട്. ടെമ്പോ ട്രാവലറാ. ഞാൻ വിചാരിച്ച ഏഞ്ചലിൽ പോവാന്നാണ്. ഓ എല്ലാരെയും കൂടെ ആയിട്ട്. ഓക്കെ എന്നാ പോവാം. നല്ല രസമല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോ ചങ്ക പിള്ളേരെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഇവരെ കൊണ്ട് ഒരു ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാം. സജസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഗൈസ്. പോവാൻ നല്ല നല്ല സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്യും. അമ്മ ഇതുവരെ ഒരിടം കണ്ടിട്ടില്ല. കൊണ്ട് കാണിച്ചു കൊടുക്കാം. എന്താ മാക്രികളെ പോയി എവിടെ പോണ്ടി? ലേഡി ബാ ലേഡി ബാ അകത്ത് കയറാം. മഴ ഗൈസ് പിന്നെ ഇറക്കാം. ഹേ ഗായ്സ്, ഞാൻ കുളിച്ച് പല്ലിയേച്ച് റെഡിയായി ഫ്രഷായി ഇറങ്ങിയപ്പോഴത്തേക്കും മണി 4:15. ഞാൻ വയനാട്ടിൽ നിന്ന് വാങ്ങിയ എന്റെ പിങ്ക് ലുങ്കിയാണ് ഇട്ടേക്കുന്നത്. നമ്മള് കാട്ടാക്കട കാന്താദ ഒരു പടം ഷാസും FRK ഒക്കെ വിളിച്ചു പറഞ്ഞു കിടിലം പടം. ഭയങ്കര റിവ്യൂ ഗൈസ്. അപ്പൊ ആ പടം കാണാൻ പോവാണ്. പേര് ഞാൻ പറഞ്ഞു, സോറി കേട്ടോ. പേരെന്തായിരുന്നത്? കാണ്ടൂണ്ടി. അച്ഛാ ഞാൻ ഇറങ്ങാണേ. ഓക്കെ. അമ്മ
എന്റെ ലുങ്കി എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടാ? എന്റെ ലുങ്കി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സെറ്റല്ലേ? ഉടുപ്പിന് മാച്ച് ചെയ്യുന്നുണ്ടല്ലേ? പക്ഷെ എന്റെ ലുങ്കി എങ്ങനെയുണ്ട് അച്ഛാ? സെറ്റല്ലേ? വയനാട് നിന്ന് വാങ്ങിയത്. കൊള്ളാം അല്ലേ? താങ്ക് യു. മാച്ച് ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ ഞാൻ പടം കാണിച്ചിട്ടാ. കാണ്ടാണ്ടി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ട് വരാം. ടാറ്റാ. അവന്മാര് കാണ്ടൂസ എന്ന് പറഞ്ഞ പടം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേസ്. ഓടാ. ശേ, എന്നാലും എന്റെ പേരെന്തരായിരുന്നു? ദാസൻ വന്നു കേസ്. ദാസനെ താറിലല്ല, എന്റെ ഏഞ്ചലിലാണ് പോണത്. പുല്ലു എത്ര നാളായിടാ കണ്ടിട്ട്. കൊള്ളാടാ. വയനാട് നിന്ന് വാങ്ങിയതാണ്. നമ്മൾ കാണാൻ പോണ പടത്തിന്റെ പേരെന്താ? കാണ്ടാപ്പിയാ? ഓ ഷിറ്റ്, കന്താര. രസപ്പോവാടാ, വാടാ. ഓക്കേ, ലെറ്റ്സ് ഗോ. എടാ വണ്ടി എടുക്കോടാ. നമ്മളങ്ങനെ കാട്ടാക്കട SKM ശ്രീ കാളിദാസ് എംപ്ലക്സിൽ ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അളിയാ, നമ്മൾ കാണാൻ പോണ പടത്തിന്റെ പേരെന്തായിരുന്നു? കാന്താര. ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര റിസ്കി വണ്ടി ഓട്ടിപ്പോ ഗൈസ്. നമ്മള് 2 വട്ടം അടയാവാറായി. പക്ഷെ നമ്മളല്ല, അവര് ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ഗൈസ്. എന്റെ ലാലേട്ടാ അവിടെ ഇരിക്കുക അല്ലേ? നിങ്ങൾ കാണണല്ലേ എടാ മോൺസ്റ്റർ? രാസ, എങ്ങനെയുണ്ടോ ഇവിടെ ഉള്ള ആൾക്കാരുടെ ഡ്രൈവിങ്? നല്ല രസമുണ്ടല്ലേ? ഒരെണ്ണം ഒരു ലോറി ഗൈസ്, അത് ഇത്ര ജസ്റ്റിന് മിസ്സായത്. അവിടെ തോണ്ടടാ, അതാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഗൈസ് കാട്ടാക്കട തിയേറ്ററിൽ വരുന്നത്. എങ്ങനെ ഉണ്ടോ തിയേറ്റർ? കൊള്ളാല്ലേ? ഏരിയസ് അപ്പം ഹലോ ബ്രോ. എവിടെയാണോ? ഇവിടെയാണോടാ? ആണോ? ഓക്കെ, ഒരുപാട് സന്തോഷം. ആണോ? കാന്താര കാണാൻ വന്നത് തന്നെ? സർദാർ. ഓക്കെ. എടുക്കാലോ. എന്റെ ദൈവമേ, നോക്ക് നമ്മുടെ പിൻ ബാഡ്ജ് 806 നമ്പർ അല്ലേ? എപ്പോഴും ഇത് കയ്യിൽ വെച്ചിട്ടുണ്ട്. എന്നേലും നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഇത് കാണിക്കാന്ന് വെച്ചാൽ ഐ വാസ് ലിറ്ററലി കീപ്പിംഗ് ഹിസ് ഫോർ ലോ. ഒരുപാട് സന്തോഷം വെച്ചാൽ ഞാൻ പൗടിക്കോണം വഴി പോകുമ്പോഴൊക്കെ കാണാനായിട്ട്. അടിപൊളി. ഏത് പടം കാണാൻ വന്നാ ബ്രോ? ലാലേട്ടന്റെ പടം കാണാൻ. അയ്യോ ബ്രോ, നിങ്ങളെല്ലാരും കണ്ട് ഒരുപാട്. എടാ 806 പിൻ ബാഡ്ജ് ഇതുണ്ടടാ, സർട്ടിഫിക്കറ്റ് ഓഫ് ഒതന്റിസിറ്റി. കാണാൻ പറ്റും, കാണിക്കാലോ. മോൺസ്റ്റർ ആണല്ലേ കാണാൻ വന്നത്? നല്ല ഞാൻ ഇന്നലെ കണ്ടായിരുന്നു ബ്രോ. എന്റെ റിവ്യൂ ഇറങ്ങാൻ ലേറ്റ് ആയിപ്പോ, അതാണ് നീ ഇപ്പൊ ഇവിടെ നിക്കണത്. സെറ്റ് അല്ലേ? ഒരുപാട് സന്തോഷം. നമ്മള് കാന്താര. ശരി. ബൈ. സ്പേസ് ഇല്ല അല്ലേടാ? ഇത് കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്. അപ്പൊ നീ പറഞ്ഞ കറക്റ്റാണ്. ഇത്രയും വലിയ തിയേറ്റർ നമ്മളവിടെ ഇല്ല. എന്നടാ ഉല്ലാസ് ഇതുപോലെ തുറന്നത്തിൽ എന്റെ പടം വരണത്? നീ പോടാ, നീ വെട്ടണ്ട. ഹലോ ബ്രോ, നമസ്കാരം. എടുക്കാലോ. ഹലോ ബ്രോ, നമസ്കാരം. എടാ വലിയ സ്ക്രീനടാ. 2 hours later. എജാതി പടം ഗൈസ്, ഒരു രക്ഷയില്ല. ഇതെന്താടാ ഇവിടെ? എന്നെ കാണാൻ വേണ്ടി ഇരിക്കുന്നതാണോ? നമ്മൾ പടത്തിന് വന്നാലും അല്ലേ? അടിപൊളി പോടാ, കിള്ളം പടം. കയറി കാണുക കേട്ടാ. ഇന്നലെ കണ്ട കിള്ളം പടം അല്ലേടാ? ഒരു രക്ഷയില്ല, കിള്ളം പെർഫോമൻസ് കേട്ടാ. ഹലോ, ഇതൊക്കെ ആരാ? ചേടാ, പടം കാണാൻ വന്നപ്പോ കാട്ടാക്കള ഇത്രയും ആൾക്കാര് സബ്സ്ക്രൈബേഴ്സാ നമുക്ക്. പിള്ളേര് വന്ന സന്തോഷത്തിൽ ഞാൻ പറയാൻ വിട്ടു. പക്ഷെ വെട്ടിക്കെട്ട് പടം തിയേറ്ററിൽ മസ്റ്റ് വാച്ച് അല്ലേ? സത്യം പറഞ്ഞ പൃഥ്വിരാജിനാണ് താങ്ക്സ് പറയാൻ. ട്രാൻസ്ലേറ്റ് ഇറക്കിയല്ലേ? കാണൂലായിരുന്നു. പക്ഷെ ലെവല് പടം ഗൈസ്, ലെവല് പടം. കാരണം എന്ത് പറയാനുണ്ടാ, ലാസ്റ്റ് ഒക്കെ ഇമോഷണൽ ആയി പോയല്ലേ? ലാസ്റ്റത്തെ ഒരു 15-20 മിനിറ്റ് ഒരു രക്ഷയില്ലാത്ത പടം. കുറച്ചു നേരം തൊഴുത് സ്ക്രീനിൽ അല്ല സത്യം കണ്ണൂരൊക്കെ ഈ തെയ്യം തുള്ളുന്ന ആൾക്കാരെ അവിടെ പോയത് തുള്ളണത്. ഒരു രക്ഷയില്ല. എനിക്ക് അറിഞ്ഞൂടാ ലാസ്റ്റ് അനുഗ്രഹം കിട്ടും. ഐ മീൻ, ഞാൻ ഒന്നും പറയാനില്ല, പടം പോയി കാണും. പിന്നെ കാട്ടാക്കടയിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ട്രാഫിക്കിന്റെ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിന് ഉള്ള വിഷമം ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം കണ്ടപ്പോ മാറി ഗൈസ്. എന്തൊരു സ്നേഹം! നമ്മൾ പുറത്തിറങ്ങി വന്നപ്പോ അത്രയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, ഒരു ലോഡ് സബ്സ്ക്രൈബേഴ്സ്. എല്ലാവർക്കും ഒരു വലിയ ഷോട്ട് ഔട്ട് ഗൈസ്. എടാ വേണ്ട ഗൈസ്, എവ എനിക്ക് അവന്റെ വളയൊക്കെ ഊരി തന്നു. എന്തിനായത്? ആണോ? നീ തന്നെ ഇട്ടോ?
ഓക്കെ ഓക്കെ താങ്ക് യു മക്കളെ. എന്റെ പേരെന്നാ? അർജുൻ. പോയിട്ട് വാടാ അർജുന്. പക്ഷെ ആദ്യമൊന്നും വലിയ ഇത് ചെയ്തിട്ടില്ലടാ, അവസാനം എടാ അങ്ങേരാണ് അതിന്റെ സംവിധായകൻ. ഓ അങ്ങേര് എന്നിട്ട് കിടില അഭിനയല്ലേ? എനിക്കോട് അങ്ങേരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തെക്കത് സെറ്റപ്പ് പോലും കാണും. കൊച്ചിലെ ഇൻസ്പയർ ആയതായിരിക്കും. ഒരുപാട് പഠിച്ചു. അല്ലടാ ഇതൊരു ഫാന്റസി എടാ ഈ തെയ്യവും തുള്ളലൊക്കെ ഉള്ളതാണടാ. ഇൻസ്പയർ ആയി കാണും അല്ലേ? തുളുനാട്ടില് കിടിലൻ പടം, കിടിലൻ. നമുക്ക് തിരിച്ചു പോവാം ഗൈസ്. എന്റെ ഫോൺ കാണാനില്ല. ഞാൻ തിയേറ്ററിനകത്ത് എടുക്കാൻ മറന്നു എന്നാണ് ഗൈസ്. പടം കണ്ടിറങ്ങിയ എക്സൈറ്റ്മെന്റില് ഞാൻ ഫോണ് തിയേറ്ററിനകത്ത് വെച്ച് മറന്നു എന്നാണ് തോന്നുന്നത്. പുല്ല്. ഞാൻ ഇവിടെയാണെന്നാണ് എന്റെ കണ്ടിരിക്കുന്നത്. ഓ കിട്ടി. രണ്ടെണ്ണം വെച്ച് മറന്നുപോയടാ. ഉല്ലാസം ഞാൻ മിടുക്കാനല്ലേടാ? വളരെ മിടുക്കാനാണ്. തിരിച്ച് കാറി പോവാൻ ഗൈസ്. എന്റെ ഫോണ് ഞാൻ അകത്ത് വെച്ച് മറന്നുപോയി ഗൈസ്. അപ്പൊ ഈ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ എന്റെ എക്സൈറ്റ്മെന്റ് നിങ്ങൾ ഓർത്തു നോക്കണം. നോക്കട്ടെ ഒരു ചെറുക്കൻ എനിക്കൊന്ന് വള. അവന്റെ ഫേവറേറ്റ് വളയാണ് എനിക്ക് ഉരു തോന്നുന്നു. താങ്ക് യു സോ മച്ച് ഡാ. ഓ എടാ സിനിമ കണ്ടിറങ്ങിയല്ലേടാ. സിനിമയുടെ തോട്ടിലായി പോയടാ. ഞാൻ പാന്റ് ഇല്ലാത്തോണ്ടേ പോക്കറ്റിന്റെ അകത്തിടാനും വിട്ടു. ഓ എന്തായാലും കിടിലം പടം ഗൈസ്. നമുക്കിനി ഇറങ്ങാം. ഇതെന്താ ഇവിടെ കിളിക്കൂടൊക്കെ? ഇന്ന് നമ്മള് മൃഗശാലയിൽ പോയിരുന്നാണ്, അത് പറ്റാത്തോണ്ട് ഇവിടെ വന്ന് ക്ഷീണം നിർത്താം. ഇത് നമ്മള് വിസ്മയം എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ കുറെ തത്തകളും മക്കാവും ഒക്കെ. എവിടെ? എടാ അത് എമു. ആ എടാ അതവ ഒരു ചളിയടിക്കാൻ നോക്കിയാടാ. സർക്കാസാണോ? അല്ലേടാ വലിയ സർക്കാസായിരുന്നു ഉദ്ദേശിച്ചത്. എമുവിനെ ഇവിടെ തരുവോടാ? സ്പെഷ്യൽ ഡിഷാണ്. ആണോ? ആ എടാ എമുവിന്റെ മുട്ട കിട്ടുമോ? മുട്ട കിട്ടുമായിരിക്കും അല്ലേ? സുരാജ് മുട്ട തിളച്ച പ്ലേറ്റടാ. ഇല്ലേ? ആ നീ എടുത്തോടാ മക്കളെ. ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ഷെഫ് ചെയ്യണത്. ഏത് 5 സ്റ്റാർ ഹോട്ടലിലാ ഷെഫ് ഇങ്ങനെ ചെയ്യണത്? എന്റെ ഹോട്ടലിലൊക്കെ ഇവിടെ ഡ്രാഗൺ ചിക്കനും ഷവായി ഒക്കെ വന്ന ഗൈസ്. എന്തായാലും ഞാൻ കഴിച്ച് കാണിച്ച് കൊതിപ്പിക്കാനില്ല. ഇന്നത്തേക്കുള്ളതായി. നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് വരാം. നമ്മൾ വീട്ടിൽ എത്തി ഗൈസ്. എന്തൊരു ദിവസമായിരുന്നു. നമ്മുടെ ഡ്രോണാ എന്റെ മോനെ എന്ത് കിട്ടില്ലെന്ന് ഗൈസ്. അതിന്റെ ഒരുപാട് ഫുട്ടേജുകൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി എക്സ്പ്ലോർ ചെയ്യാണ്ട് ഗൈസ്. പക്ഷേ വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുത്ത് വീട്ടുകാരുടെ കൂടെ അത് ആദ്യത്തെ ഫ്ലൈറ്റ് പറപ്പിക്കാൻ പറ്റുന്നതിന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ കാന്താര, ആ മൂവിയുടെ പേരാദ്യം എനിക്ക് കിട്ടണില്ലായിരുന്നു, പക്ഷേ ലാസ്റ്റ് കിട്ടി. ബട്ട് ഐ എം സോ ഹാപ്പി. നോ കിടില മൂവി ഗൈസ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. ഞാൻ ഡെഫിനറ്റ്ലി പറയും. ലാസ്റ്റത്തെ പെർഫോമൻസ് വേറെ ലെവൽ. അപ്പൊ എന്തായാലും ഗൈസ് ഓണ പോസിറ്റീവിനോട് ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെയാണ്. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ഐക്കൺ കൊണ്ട് ഞെക്കിക്കോ. ബൈ. എന്തൊരു വലിയ ചൂട്. ഹലോ നോക്കടാ, എന്റെ ചൂട് നോക്കടാ. ഹലോ എമ്മു, എന്തൊക്കെയുണ്ട് വിശേഷം? നോണ്ടടാ, നോക്കണടാ തന്നെ സ്നാക്കാണെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോകുന്നത്. ഓണ്ടടാ ഒരു വലിയ മണ്ണരയിക്കണത്. വാടാ